10ാം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠത്തിൻ്റെ ഇൻട്രൊഡക്ഷനും പേജ് നമ്പർ 8ലെയും 9ലെയും ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്പർ പാറ്റേൺസ് അഥവാ സംഖ്യാക്രമത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമുക്കറിയാവുന്ന കുറച്ച് പാറ്റേണുകളാണ്, ക്രമങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1, 2, 3 എക്സെട്ര ഇവയെ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരെന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകളുടെ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഒന്ന് വീതം കൂടി പോകുന്നു അല്ലേ. അടുത്തൊരു പാറ്റേൺ ആണ് 2, 4, 6 എക്സെട്ര. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഈവൻ നമ്പേഴ്സ് ആണ്, അതായത് ഇരട്ട സംഖ്യകൾ. രണ്ടിൽ തുടങ്ങി രണ്ട് വീതം കൂടി പോകുന്നത്. അടുത്തൊരെണ്ണം 1, 3, 5 എക്സെട്ര, അതായത് ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ ഒരു പാറ്റേൺ ആണ്. ഒന്നിൽ തുടങ്ങി രണ്ട് വീതം കൂടി പോകുന്ന ഒരു പാറ്റേൺ ആണിത്. ഇനി അടുത്തത് 1/2, 1, 1 and 1/2. ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ എണ്ണൽ സംഖ്യകളുടെ പകുതിയാണ്. ഒന്നിൻ്റെ പകുതി 1/2, 2ൻ്റെ ഹാഫ് എത്രയാണ്? 1 ആണ്. 3ൻ്റെ ഹാഫ് 1 and 1/2, അതായത് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ പകുതിയുടെ ഒരു പാറ്റേൺ ആണ്. അടുത്ത 1, 4, 9 എക്സെട്ര. 1, 4, 9 എന്ന് 1 എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ ആണ്. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2ൻ്റെ സ്ക്വയർ. 9 3യുടെ സ്ക്വയർ. അപ്പോൾ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറുകളുടെ ഒരു പാറ്റേൺ ആണ്. എന്നാൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്രമങ്ങൾ, സംഖ്യാക്രമങ്ങൾ, പാറ്റേണുകൾ നമ്മൾ പഠിച്ചു വന്നിട്ടുള്ളതാണ്. ഈ പാറ്റേണുകളെ നമുക്കൊരു സീക്വൻസ് എന്ന് വിളിക്കാൻ സാധിക്കും. എപ്പോഴാണ് ഒരു സീക്വൻസ് എന്ന് വിളിക്കാൻ സാധിക്കുന്നത്? ഇവയെല്ലാം ഒരു പ്രത്യേക റൂളിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത് അല്ലേ, ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, തേർഡ് നമ്പർ എന്ന് പറഞ്ഞ് പോകുമ്പോൾ അടുത്തടുത്തുള്ള നമ്പറിനെ നമുക്ക് എഴുതാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ 1, 3, 5 അടുത്ത നമ്പർ നമുക്ക് 7 എന്ന് എഴുതാൻ സാധിക്കും. ഇവിടെ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3യുടെ സ്ക്വയർ, അടുത്ത നമ്പർ എന്തായിരിക്കും? 4ൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഒരു പ്രത്യേക റൂൾ അനുസരിച്ചാണ് ഈ പാറ്റേൺസ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേണുകളെ നമുക്ക് ഒരു റൂൾ അനുസരിച്ചാണ് പോകുന്നതെങ്കിൽ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊരു റൂൾ അനുസരിച്ച് പോകുന്നെങ്കിൽ നമുക്ക് അവയെ നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാം. അതായത് എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അസെൻഡിങ് ടു സം റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. സംഖ്യകളുടെ കൂട്ടത്തെ ഒന്നാമത്, രണ്ടാമത്, മൂന്നാമത് അങ്ങനെ ഒരു പ്രത്യേക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവയെ നമുക്ക് സംഖ്യാശ്രേണി എന്ന് വിളിക്കാം. ഇനി നമുക്ക് സീക്വൻസുകളുടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് പോളിഗൺസ്, ബഹുഭുജങ്ങളുടെ അകക്കോണുകളുടെ തുക. ഇപ്പോൾ നമ്മളിത് 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇന്നർ ആംഗിൾസ്, പോളിഗൺസിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ. S ഈക്വൽസ് സം S ഈക്വൽസ് n-2 × 180. ഇവിടെ n നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺസ് ആണ്. പോളിഗൺസിൻ്റെ വശങ്ങളുടെ എണ്ണമാണ് ഇവിടെ n സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പോളിഗൺ എന്ന് പറയുന്നത് ഏതാണ്? ട്രയാങ്കിൾ ആണ് അല്ലേ. 3 വശങ്ങൾ തൊട്ടാണ് പോളിഗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പോളിഗൺ ട്രയാങ്കിൾ ആണ്. അപ്പോൾ n നമുക്ക് 3 കൊടുത്തു കഴിഞ്ഞാൽ, n-ന് 3 കൊടുത്താൽ 3 - 2 × 180 എന്ന് വരും. 3 - 2 എത്രയാണ്? 1 × 180. അപ്പോൾ 180 ആണ് ആദ്യത്തെ പോളിഗണായ ട്രയാങ്കിളിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, അകത്തെ കോണുകളുടെ തുക. ഇപ്പം നമ്മൾ അടുത്തത് സ്ക്വയർ ആണ്. അടുത്ത പോളിഗൺ എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ആണ്. 4 വശങ്ങൾ അല്ലേ. അപ്പോൾ n-ന് 4 കൊടുക്കുക. അടുത്ത 4 കൊടുക്കുമ്പോൾ 4 - 2 × 180. 4 - 2 എത്രയാണ്? 2 × 180 എത്രയാണ്? 2 × 180 എത്രയാണ്? 360. അപ്പോൾ സീക്വൻസ് ആയിട്ട് അടുത്ത ടേം ആയിട്ട് നമുക്ക് 360 എഴുതാം. അടുത്ത n-ന് എന്ത് കൊടുക്കുക? 5 കൊടുക്കുക. അപ്പോൾ 5 - 2 × 180. 5 - 2 ആകുമ്പോൾ എത്രയാണ്? 3 × 180. 3 × 180 എത്രയാണ്? 540. അപ്പോൾ നമുക്കിങ്ങനെ പോളിഗൺസിൻ്റെ ഇന്നർ ആംഗിൾസിൻ്റെ സം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. ഇപ്പോൾ അടുത്ത പോളിഗൺ എന്ന് പറയുമ്പോൾ 5 സൈഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? പെൻറ്റഗൺ ആയിരിക്കും അടുത്ത പോളിഗൺ. അപ്പോൾ ഇതൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയില്ലേ അല്ലേ. ഇതൊരു സീക്വൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് നോക്കിയേ കാണാം ഇതിൻ്റെ പ്രത്യേകത. ഇത് എത്ര വെച്ചാൽ 180 വെച്ച് കൂടി പോകുന്നൊരു സീക്വൻസ് ആണ്. 9th സ്റ്റാൻഡേർഡിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ട്രയാങ്കിൾ കണ്ടിട്ടുണ്ട് അല്ലേ. ബേസ് 1 മീറ്റർ, ഹൈറ്റ് 1 മീറ്റർ. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്തായിരിക്കും? √2 ആ കിട്ടുന്നത്. അങ്ങനെയുള്ള എത്ര ട്രയാങ്കിൾ നമ്മൾ തുടർച്ചയായിട്ട് വരച്ചുകൊണ്ടിരുന്നാലും നമുക്കുള്ള ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണങ്ങൾ കിട്ടുന്ന √2, √3. ഇപ്പം 3 ട്രയാങ്കിൾ ആണെങ്കിൽ മൂന്നാമത്തതിൻ്റെ എന്തായിരിക്കും? √4 ആയിരിക്കും. √2, √3, √4. ഇനി ഒന്നും കൂടെ ഉണ്ടെങ്കിൽ എന്ത് വരും? √5 ആയിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്കൊരു സീക്വൻസ് ആയിട്ട് നമുക്ക് ഈ ഒരു ശ്രേണിയായിട്ട് നമുക്ക് എഴുതിയാലോ. ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ അളവുകളെ, കർണത്തിൻ്റെ അളവുകളെ എഴുതി കഴിഞ്ഞാൽ √2, √3, അതുപോലെ √4, എക്സെട്ര എന്ന് നമുക്ക് കിട്ടും അല്ലേ. അത് √2ന് റൂട്ടില്ല, 3ക്ക് റൂട്ടില്ല, 4ൻ്റെ റൂട്ട് എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം
ടു അല്ലേ, ടു ഇട്ട് തുടങ്ങുന്ന എണ്ണൽ സംഖ്യ 2 മുതൽ തുടങ്ങുന്ന എണ്ണൽ സംഖ്യകളുടെ സ്ക്വയർ റൂട്ടുകളാണിത്. വർഗ്ഗമൂലങ്ങളുടെ ഒരു സീക്വൻസ് ആണിത്. ഇനി മറ്റൊരു സീക്വൻസ് നമുക്ക് പറയാം. 1, 11, 21, 31 എക്സെട്ര. ഇതിനെ നമുക്ക് എങ്ങനെയാണ് പറയുന്നത്? ഒന്നിൽ അവസാനിക്കുന്ന ഒരു സീക്വൻസ് ആണ് അല്ലേ, ഒന്നിൽ അവസാനിക്കുന്ന ഒരു ശ്രേണിയാണിത് അല്ലേ. ഇനി മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് പറയുന്നത്? ഇതിലെല്ലാം ടേമുകൾ, ഇതിലെല്ലാം സംഖ്യകളെ നമുക്ക് എന്താണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നത്? 1 കിട്ടുന്നത് അല്ലേ. 11നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 1. അതുപോലെ 21നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1. 1നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന ശിഷ്ടം എത്ര തന്നെയാണ്? 1. അപ്പോൾ ഇതിലെ ഓരോ സംഖ്യകളെയും ഓരോ ടേമുകളെയും നമുക്ക് നമ്മളെല്ലാത്തിനും ടേം എന്ന് വിളിക്കാം. ഓരോ ടേമുകളെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്രയാണ്? 1. അപ്പോൾ 2 രീതിയിൽ ഈ സീക്വൻസിൽ നമുക്ക് പറയാം. എങ്ങനെയൊക്കെയാണ്? നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 അല്ലേ, ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ. അതുപോലെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ഒന്ന് ശിഷ്ടം കിട്ടുന്ന ഒരു സീക്വൻസ് ആണിത്. അടുത്തതായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, we can make triangles by stacking dots. Write the number of dots in each triangle. Calculate the number of dots needed to make the next 3 triangles in this pattern. പൊട്ടുകൾ അടുക്കി ത്രികോണങ്ങൾ ഉണ്ടാക്കാം. ഓരോ ത്രികോണത്തിലുമുള്ള പൊട്ടുകളുടെ എണ്ണം എഴുതുക. തുടർന്നുള്ള 3 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നോക്കൂ, ഇവിടെ ഒരുപാട് കുത്തുകൾ, പൊട്ടുകൾ അല്ലെങ്കിൽ ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒന്നാമത്തെ ചിത്രത്തിൽ 3 ഡോട്ടുകൾ, 3 കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ത്രികോണമാണ്. അടുത്തതിലാണെങ്കിലോ 6 കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ത്രികോണം. അടുത്തതിലാണെങ്കിൽ 9 കുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ത്രികോണം അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? ഇതിലെ എല്ലാത്തിൻ്റെയും നമ്പറുകൾ, ഡോട്ട്സിൻ്റെ നമ്പറുകൾ നമ്മൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? ഇനി തൊട്ടടുത്തുള്ള 3 ട്രയാങ്കിൾസിന് വേണ്ട, അതായത് ഇനി ഒരു 3 ട്രയാങ്കിളുകളും കൂടി നമ്മൾ ഇതുപോലെ നിർമ്മിക്കുകയാണെങ്കിൽ അവയെ നിർമ്മിക്കാനായിട്ട് എത്ര കുത്തുകളുടെ ആവശ്യമുണ്ട് എന്നതാണ് എഴുതേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ത്രികോണത്തിൽ ഇവിടെ 3 കുത്തുകൾ, രണ്ടാമത്തേലാണെങ്കിലോ 6 കുത്തുകൾ, മൂന്നാമത്തേതിലാണെങ്കിൽ 9 കുത്തുകൾ. ഇനി തൊട്ടടുത്തുള്ള 3 എണ്ണമാണ് നമുക്ക് എഴുതേണ്ടത്. നമുക്കിവിടെ നോക്കിയാൽ കാണാവുന്നൊരു പ്രത്യേകത എന്താണ്? 3 വീതം കൂടി പോവുകയാണ് അല്ലേ. അപ്പോൾ 3 വീതം, 3ൻ്റെ കൂടെ 3 കൂട്ടി 6, 6നോട് 3 കൂട്ടി 9, അപ്പോൾ അടുത്ത 9നോട് 3 കൂട്ടി എത്രയാണ്? 12, അടുത്തത് 15, അടുത്തത് എത്രയായിരിക്കും? 18. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. Second question, from the sequence equilateral triangle, square, regular pentagon and so on of regular polygons form the following sequences: number of sides, sum of inner angles, sum of outer angles and inner angle. സമഭുജ ത്രികോണം, സമചതുരം, സമപഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജ്യാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക. വശങ്ങളുടെ എണ്ണം, അകക്കോണുകളുടെ തുക, പുറം കോണുകളുടെ തുക, ഒരു അകക്കോണിൻ്റെ അളവ്. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സീക്വൻസ് നമ്മൾ ഇവിടെ ഫോം ചെയ്യണം. എന്തിൻ്റെ സീക്വൻസ് ആണ്? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം, സ്ക്വയർ, സമചതുരം, റെഗുലർ പെൻറ്റഗൺ, സമപഞ്ചഭുജം, അതുപോലെ റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം. അങ്ങനെ അവയുടെ പ്രത്യേകതകളാണ് നമ്മൾ സീക്വൻസ് ആയിട്ട് ഫോം ചെയ്യേണ്ടത്, നമ്മൾ ശ്രേണിയായിട്ട് എഴുതേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത് അവർ തന്നിട്ടുണ്ട് നമ്പർ ഓഫ് സൈഡ്സ്, അതായത് ഈ റെഗുലർ പോളിഗണിൻ്റെയൊക്കെ വശങ്ങളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത്. സമബഹുഭുജങ്ങളുടെ വശങ്ങളുടെ എണ്ണം തന്നിട്ടുണ്ട്. ആദ്യത്തേത് 3 എണ്ണം, 4 വശങ്ങൾ, 5 വശങ്ങൾ, 6 വശങ്ങൾ. ഇനി നമുക്ക് കാണേണ്ടത് സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ, ഇവയുടെ ഈ റെഗുലർ പോളിഗണിൻ്റെ എല്ലാം, ഈ ബഹുഭുജങ്ങളുടെ എല്ലാം ഇന്നർ ആംഗിൾസിൻ്റെ സമ്മിൻ്റെ, അകക്കോണുകളുടെ തുകയുടെ സീക്വൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു ഇന്നർ ആംഗിൾസിൻ്റെ സം കണ്ടുപിടിക്കുന്നത് n-2 × 180 എന്നൊരു ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അകക്കോണുകളുടെ തുക കാണാം. n-ന് 3 കൊടുക്കുമ്പോൾ ഒരു വാല്യൂ കിട്ടും, 4, 5, 6 ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇന്നർ ആംഗിൾസിൻ്റെ വാല്യൂ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ n-ന് 3 കൊടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 180 ആണ് സം. അതുപോലെ n-ന് 4 കൊടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 360. n-ന് 5 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 540. അതുപോലെ n-ന് 6 കൊടുക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 720. ഇങ്ങനെ നമുക്ക് സമ്മ് കിട്ടിക്കൊണ്ടിരിക്കും, ഇന്നർ ആംഗിൾസിൻ്റെ സം, അകക്കോണുകളുടെ തുക. ഇനി സം ഓഫ് ഔട്ടർ ആംഗിൾസ്, പുറക്കോണുകളുടെ തുക, അതായത് ഏതൊരു ബഹുഭുജമായിക്കോട്ടെ അതിൻ്റെ എല്ലാം ഔട്ടർ ആംഗിളിൻ്റെ സം എത്ര ആയിരിക്കും? എല്ലായ്പ്പോഴും അത് 360 ഡിഗ്രി ആയിരിക്കും. 3 വശമായാലും 4 വശമായാലും എത്ര വശങ്ങളായാലും അതിൻ്റെ പുറം കോണുകളുടെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എത്ര ആയിരിക്കും? 360 ഡിഗ്രി. ഇനി നമുക്ക് കാണേണ്ടത് ആൻ ഇന്നർ ആംഗിൾ, ഒരു അകക്കോണിൻ്റെ, ഈ റെഗുലർ ആയിട്ടുള്ള പോളിഗൺസിൻ്റെ എല്ലാം, സമബഹുഭുജങ്ങളുടെ എല്ലാം ഒരു ഇന്നർ ആംഗിളിൻ്റെ ഒരു അകക്കോണിൻ്റെ തുക കാണും. ഒരു അകക്കോണിൻ്റെ തുക കാണാൻ എന്ത് ചെയ്യാൻ മതി?
സം ഓഫ് ഇന്നർ ആംഗിൾസിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 180/3 ആദ്യത് കിട്ടും. അടുത്തത് 360/4 വരും. അടുത്തത് എത്രയാണ് വരുന്നത്, 540/5 വരും. അടുത്തത് 720/6 വരും അല്ലേ. 180/3 എത്രയാണ്, 60. അടുത്തത് 360/4 എത്രയാണ്, 90 ഡിഗ്രി. 540/5 എത്രയാണ് നമുക്ക് കിട്ടുന്നത്, 108 ഡിഗ്രി. 720/6 എത്രയാണ്, 120 ഡിഗ്രി. അങ്ങനെ പോകുന്നൊരു സീക്വൻസ് കിട്ടും. അടുത്തത് ആൻ ഔട്ടർ ആംഗിൾ ആണ്. ഒരു പുറം കോണിൻ്റെ തുക, ഒരു പുറം കോണിൻ്റെ അളവ് കാണാനാണ്. അതായത് 360കളല്ലേ, അപ്പോൾ 360യെ വശങ്ങളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 360/3, അതുപോലെ 360/4, 360/5, 360/6 ഇങ്ങനെ വരും. അപ്പോൾ 360/3 നമുക്ക് 120 എഴുതാം, 120 ഡിഗ്രി. 360/4 എത്രയാണ്, 90 ഡിഗ്രി. 360/5 എത്രയാണ്, 72 ഡിഗ്രി. 360/6 എത്രയാണ്, 60 ഡിഗ്രി. ഇങ്ങനെ തുടങ്ങുന്ന ഒരു സീക്വൻസ് നമുക്ക് കിട്ടുന്നതാണ്. ഇങ്ങനെ നമുക്ക് ശ്രേണികൾ എഴുതാം. മൂന്നാമത്തെ ചോദ്യം, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ഒരു സീക്വൻസ് എഴുതുക. അതുപോലെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം വരുന്ന, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ ഉണ്ടാകുന്ന സീക്വൻസും എഴുതുക. അങ്ങനെ 2 സീക്വൻസുകളാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്നത്. അപ്പോൾ ആദ്യത്തെ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ, എണ്ണൽ സംഖ്യകൾ എടുക്കുമ്പോൾ 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്ന ശിഷ്ടം, 1 അല്ലേ. 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് ശിഷ്ടം എത്ര കിട്ടുന്നു, 1 കിട്ടുന്നു അല്ലേ. അപ്പോൾ തൊട്ടടുത്ത നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ 3 വെച്ച് കൂട്ടിയാൽ മതി. അടുത്ത നമ്പർ ഇനി ഇത് കണ്ടുപിടിക്കാനിരിക്കേണ്ട. 4നോട് 3 കൂട്ടുമ്പോൾ 10 കിട്ടും, 7. 7നോട് 3 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്, 10 എക്സെട്ര. പക്ഷെ നമുക്ക് 4 ഫസ്റ്റ് നമ്പർ 4 അല്ല. 4 നമ്മൾ ഇവിടെ 7ൻ്റെ തൊട്ട് മുമ്പ് എത്ര കിട്ടി, 4 അല്ലേ. 7ൽ 3 കുറയ്ക്കുമ്പോഴല്ലേ 4 കിട്ടുന്നത്. 4 3 കുറയ്ക്ക് 1 സാധാരണ നമുക്കങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ. അപ്പോൾ 1, 4, 7, 10 എക്സെട്രയാണ് 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 1 ശിഷ്ടം കിട്ടുന്നത്. അതുപോലെ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ശിഷ്ടം കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്പർ ഏതാണ്, 5 ആണ്. 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് എത്ര ശിഷ്ടം കിട്ടുന്നത്, 2 കിട്ടുന്നത് അല്ലേ. അടുത്തത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, 3 കൊണ്ടാണ് ഹരിക്കുന്നത്, 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3 വെച്ച് കൂട്ടി എഴുതുക, 11 എക്സെട്ര എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 5നേക്കാളും തൊട്ട് മുമ്പ് ഒരു നമ്പർ കൂടി എഴുതാൻ സാധിക്കും. അതിനെങ്ങനെ എന്ത് ചെയ്താൽ മതി, 5ന് 3 മൈനസ് ചെയ്ത് നോക്കുക, 2. വീണ്ടും നമുക്ക് 2ന്ന് 3 മൈനസ് ചെയ്താൽ നെഗറ്റീവ് നമ്പറിലോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. 2, 5, 8, 11 എക്സെട്ര. അപ്പോൾ ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 2 കിട്ടുന്നു. Question number 4. Write in ascending order the sequence of natural numbers with the last digit 1 or 6. Describe this sequence in 2 other ways. 1ലോ 6ലോ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ വലുപ്പക്രമത്തിൽ എഴുതുക. ഈ ശ്രേണിയെ മറ്റു 2 തരത്തിൽ വിവരിക്കുക. ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ്സ് 1 or 6. അപ്പോൾ അസെൻഡിങ് ഓർഡറിൽ നമ്മളൊരു സീക്വൻസ് എഴുതണം. അതിൻ്റെ സീക്വൻസിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം, ആ സീക്വൻസ് അവസാനിക്കേണ്ടത് 1ലോ 6ലോ ആയിരിക്കണം അല്ലേ. അപ്പോൾ 1ൽ അവസാനിക്കുന്ന ആദ്യത്തെ നമ്പർ എത്രയാണ്, എണ്ണൽ സംഖ്യകളിൽ 1 ആണ് അല്ലേ. അടുത്ത 6ൽ അവസാനിക്കുന്നതായിരിക്കണം എഴുതേണ്ടത്, 6 ആണ്. അടുത്ത വീണ്ടും 1ൽ അവസാനിക്കുന്നത് 11, അടുത്ത 6ൽ അവസാനിക്കുന്ന 16, 21, 26 ഇങ്ങനെ പോകുന്നു ആ സീക്വൻസ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഡിസ്ക്രൈബ് ദ സീക്വൻസ് ഇൻ അതർ 2 ways. ഇനി ഈ സീക്വൻസിനെ മറ്റ് 2 രീതികളിൽ കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുക. നമുക്കൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ കാണാവുന്നതാണ്. ഈ സീക്വൻസ് എത്ര വെച്ച് കൂടി പോകുന്നൊരു സീക്വൻസ് ആണ്. 1നോട് കൂടി 5 കൂട്ടുമ്പോൾ 6 കിട്ടുന്നു, 6നോട് കൂടി 5 കൂട്ടുമ്പോൾ 11 കിട്ടുന്നു. അപ്പോൾ അതിൽ തൊട്ടടുത്തുള്ള സംഖ്യകളെ നമുക്ക് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 5 ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, സീക്വൻസ് ഗോട്ട് ബൈ ആഡിങ് 5 സ്റ്റാർട്ടിങ് ഫ്രം 1 അല്ലേ. സീക്വൻസ് ഗോട്ട് ബൈ ആഡിങ് 5 കൂട്ടുന്നു അല്ലേ, സ്റ്റാർട്ടിങ് ഫ്രം 1. 1ൽ നിന്ന് തുടങ്ങി 5 വീതം കൂട്ടി എഴുതുന്ന ഒരു സീക്വൻസ് ആണത്. അത് ഒരു രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത രീതിയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഈ സീക്വൻസിലെ ഓരോ ടേമുകളെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണ് നോക്കൂ,
സെക്കൻഡ് ടൈം എടുക്കാം. നമുക്ക് 6നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ റിമൈൻഡർ കിട്ടുന്നത് 1 ആണ്. അതുപോലെ 11നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 11നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതുപോലെ ഇതിലെ ഓരോ ടേമുകളെയും 1ന് ചെയ്താലും എന്ത് തന്നെയാണ് റിമൈൻഡർ എത്രയാണ്? ഇതിലെ ഓരോ ടേമുകളെയും 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, അതായത് ശിഷ്ടം എത്രയാണ്? 1 ആണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? സീക്വൻസ് ഗോഡ് ബൈ ഡിവൈഡിങ് 5 as റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ 1 കിട്ടുന്ന 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടുന്ന ഒരു സീക്വൻസ് ആണ് ഇത്.